ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലെ ഏത് മുറിവാണ് ഈശോയെ അങ്ങ് പൂക്കളാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ തിരിച്ചറിയുകയാണ്, ആരാലും മനസ്സിലാക്കപ്പെടാതെ പോകുന്നതിൻ്റെ വേദന ഈശോയെ മറ്റുള്ളവരെ ആഴത്തിൽ കേൾക്കാനായിട്ടുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള രോഗങ്ങൾ, അത് രോഗികളായിട്ടുള്ള മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഭയം മനസ്സിലാക്കാനും അവർക്ക് കൂട്ടിരിക്കാനും അവർക്ക് കരുണയായിട്ട് മാറാനും ഞങ്ങളെ സഹായിക്കുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പരാജയങ്ങൾ, ആ പരാജയത്തിൻ്റെ പേരിലുണ്ടായിട്ടുള്ള അപമാനങ്ങൾ, അത് ഇന്ന് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരെ വഴികാട്ടാനായിട്ടുള്ള അനുഭവ സമ്പത്തായിട്ട് ഞങ്ങൾ കാണുകയാണ്. ഈശോയെ, ഒരുപക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ദാരിദ്ര്യത്തിൻ്റെ അനുഭവങ്ങൾ, അന്ന് അതൊക്കെ ഓർത്ത് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അത് വിശക്കുന്നവൻ്റെ വേദന തിരിച്ചറിയാനും അവന് നൽകാനുമുള്ള ഒരു മനോഭാവമാക്കി മാറ്റാനായിട്ടുള്ള ഒരുക്കലായിരുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ഞങ്ങളെപ്പറ്റി ആരെങ്കിലുമൊക്കെ കുറ്റാരോപണങ്ങൾ നടത്തി അതിൻ്റെ പേരിൽ വിഷമിച്ചു പോയ സമയങ്ങൾ, അതൊക്കെ ഇന്ന് മറ്റുള്ളവരെ പെട്ടെന്ന് വിധിക്കാതിരിക്കാനായിട്ട് അവരവരുടെ അവസ്ഥ മനസ്സിലാക്കി അവരുൾക്കൊള്ളാനായിട്ടുള്ള വിനയത്തിൻ്റെ, അനുകമ്പയുടെ പാഠങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു എന്ന് തിരിച്ചറിയുകയാണ്. ജർമ്മയിൻ്റെ ഏപ്രിലിൽ ആളുകൾ കണ്ടത് അപ്പമായിരുന്നു. ഈശോയെ, നീ കണ്ടത് പൂക്കളായിരുന്നു. ഇന്ന് മറ്റുള്ളവരൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കുറവുകളും പരാജയങ്ങളും മുറിവുകളുമൊക്കെ കാണുമ്പോൾ ഈശോയെ, നീ കാണുന്നത് ഞങ്ങളുടെ ജീവിതം വഴിയായി മറ്റൊരാളുടെ ജീവിതത്തിൽ വിരിയാൻ പോകുന്ന പൂക്കളെയാണ് എന്ന് ഞങ്ങളറിയുന്നു. ഒരു നിമിഷം നമുക്ക് നിശബ്ദമായി ഈശോയുടെ തിരുമുഖം നോക്കി ആയിരിക്കാം. ഈശോയെ, എൻ്റെ ജീവിതത്തിലെ ഏത് മുറിവാണ് നീ പൂക്കളാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഞാൻ ശാപമായി കരുതിയതിൽ ഏതാണ് നീ അനുഗ്രഹത്തിൻ്റെ വിത്തായിട്ട് വിതച്ചിരിക്കുന്നത്? ആരുമറിയാത്ത എൻ്റെ കണ്ണീരിൽ നിന്ന് ഏത് വയലറ്റ് പൂവാണ് നീ വിരിയിക്കാനായിട്ട് പോകുന്നത്?